Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തുൽ അഅറാഫിലെ 180-ാമത്തെ വചനമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون ولله അല്ലാഹുവിനുണ്ട് അൽ അസ്മാഉൽ ഹുസ്ന വിശിഷ്ടമായ നാമങ്ങൾ. ഫദ്ഉഹു ആയതിനാൽ നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ബിഹാ ആ നാമങ്ങൾ കൊണ്ട്, അവ കൊണ്ട്. വദറുല്ലദീന ഒരു വിഭാഗത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക, യുൽഹിദൂന ഫി അസ്മാഇഹി യുൽഹിദൂന ഫി അസ്മാഇഹി അവൻ്റെ നാമങ്ങളിൽ അവർ വ്യതിചലിക്കുന്നു, തെറ്റുന്നു. സയുജ്സൗന പിന്നെ അവർക്ക് പ്രതിഫലം നൽകപ്പെടും, മാ കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചത്. ഒന്നുകൂടെ അർത്ഥം പറയാം. വലില്ലാഹി അൽ അസ്മാഉൽ ഹുസ്ന. ഇസ്മ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അസ്മാ. ഹുസ്ന എന്ന് പറഞ്ഞാൽ ഹസൻ എന്നുള്ളതിനുണ്ട്, നല്ലത്, വിശിഷ്ടമായത്. വലില്ലാഹി അള്ളാഹുവിനുള്ളതാണ് അൽ അസ്മാഉൽ ഹുസ്ന വിശിഷ്ടനാമങ്ങളൊക്കെയും. അപ്പോൾ അള്ളാഹുവിന് വിശിഷ്ടനാമങ്ങളുണ്ട് എന്നോ വിശിഷ്ടനാമങ്ങളൊക്കെയും അവനുള്ളതാകുന്നു എന്നും നമുക്കതിനെ പരിഭാഷപ്പെടുത്താം. വലില്ലാഹി അള്ളാഹുവിനുള്ളതാകുന്നു അൽ അസ്മാ ഉൽ ഹുസ്ന വിശിഷ്ടമായ അല്ലെങ്കിൽ ഉത്തമമായ പേരുകളൊക്കെയും. ഫദ്ഉഹു അപ്പോൾ അല്ലെങ്കിൽ ആയതുകൊണ്ട്, ഉദ്ഉഹു നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക, ഹു അവനെ, ബിഹ ആ നാമങ്ങൾ വിളിച്ചുകൊണ്ട്, അവ കൊണ്ട്. വദറു നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങൾ വെടിയുക, അല്ലദീന ഒരു വിഭാഗത്തെ, യുൽഹിദൂന അവർ തെറ്റിപ്പോകുന്നു, അവർ വ്യതിചലിക്കുന്നു, ഫി അസ്മാഇഹി അവൻ്റെ നാമങ്ങളുടെ കാര്യത്തിൽ. സയുജ്സൗന അവർക്ക് പ്രതിഫലം നൽകപ്പെടും, മാ കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചതിനുള്ളത്. മാ ഒരു കാര്യം, കാനു യഅമലൂൻ അവർ അത് പ്രവർത്തിക്കുകയായിരുന്നു. അള്ളാഹുവിന് അസ്മാ ഉൽ ഹുസ്നയുണ്ട്. അസ്മാ ഉൽ ഹുസ്ന എന്നുള്ളത് നമ്മൾ എപ്പോഴും കേൾക്കണം. ഖുർആൻ 4 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണത്. സൂറത്ത് ഇസ്രാ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നോക്കാം. സൂറത്തുൽ ഇസ്രായിലെ 110-ാമത്തെ ആയത്ത്, അൽ കഹ്ഫിൻ്റെ തൊട്ട് മുമ്പ്. അൽ കഹ്ഫ് തുടങ്ങണീൻ്റെ തൊട്ട് മുമ്പ് പേജ് 293. ഖുൽ നബി അങ്ങ് പറയുക, ഉദ്ഉല്ലാഹ് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. 291 പേജ് അൽ കഹ്ഫിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് വരും. ഖുൽ നബി അങ്ങ് പറയുക, ഉദ്ഉല്ലാഹ് അള്ളാഹുവിനെ വിളിച്ച് തേടുക. ഔ അല്ലെങ്കിൽ ഉദ്ഉർ റഹ്മാന റഹ്മാൻ അതും അള്ളാഹു തന്നെ, പരമകാരുണികനെ വിളിച്ച് തേടുക. അത് മുശ്രിക്കീങ്ങളുടെ ഒരു ആക്ഷേപം ഉണ്ടായപ്പോൾ അതിന് മറുപടിയും കൂടിയായിട്ട് പറയാം. അയ്യമ്മ തദ്ഉ നിങ്ങൾ ഏത് വിളിക്കുകയാണെങ്കിലും, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന അവന് വിശിഷ്ടമായ നാമങ്ങളുണ്ട്. അപ്പോൾ അത്ര മതി, ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുപോലെ സൂറത്ത് ത്വാഹയിൽ അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. 8-ാമത്തെ വചനത്തിൽ അത് വരുന്നുണ്ട്. സൂറത്തു ഹശ്റിൽ പരാമർശമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലില്ലാഹി 99 ഇസ്മ അള്ളാഹുവിന് 99 പേരുണ്ട്. റഹ്മാൻ റഹീം തുടങ്ങിയിട്ട് 99 പേരുണ്ട്. മിഅത്തൻ ഇല്ലാ വാഹിദ 100 കുറവ്. മൻ അഹ്സാഹ ആരെങ്കിലും അവയെയൊക്കെ ക്ലിപ്തപ്പെടുത്തിയാൽ ദഖലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ളാഹുവിൻ്റെ സത്താനാമം അല്ലെങ്കിൽ അവൻ്റെ ഉണ്മാനാമം
ആണ് അള്ളാഹു എന്നുള്ളത്. ബാക്കിയൊക്കെ അവൻ്റെ വിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങളും അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങൾ, അതാണ് ഈ വിശിഷ്ടനാമങ്ങൾ, ഗുണനാമങ്ങൾ. അർ റഹ്മാൻ, അർ റഹീം, അൽ അസീസ്, അൽ ജബ്ബാർ, അസ്സലാം, ഈ പേരുകളുണ്ടല്ലോ. ഇതാണ് ഗുണനാമങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശിഷ്ടനാമങ്ങൾ. അത് വിളിച്ച് പ്രാർത്ഥിക്കണം. അതിന് ഇവിടെ ഹദീസിൽ പറഞ്ഞത് അവയെ ക്ലിപ്തമാക്കി ഉൾക്കൊണ്ടവൻ. കാണാതെ പഠിക്കലല്ല, കാണാതെ പഠിച്ചാൽ പോരാ. അള്ളാഹുവിൻ്റെ ആ വിശിഷ്ടനാമങ്ങളുടെ പ്രത്യേകതകളും അത് മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കാതിരിക്കലും അവന് മാത്രം നൽകലും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അതിനെ അംഗീകരിക്കലും ഒക്കെ. അങ്ങനെ ക്ലിപ്തപ്പെടുത്തിയതിനെ മനസ്സിലാക്കിയാൽ സ്വർഗത്തിൽ കിടക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അള്ളാഹുവിന് വിശിഷ്ടമായ നാമങ്ങളുണ്ട്, നിങ്ങൾ അതുകൊണ്ട് അവനെ വിളിക്കണം. ഉദാഹരണമായിട്ട് യാ ദൽ ജലാലി വൽ ഇക്റാം, യാ റഹ്മാൻ യാ റഹീം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ളാറു യാ നാഫിഉ, ഇങ്ങനെ ഉണ്ടല്ലോ. യാ അസീസ് യാ ജബ്ബാർ യാ ഖഹാർ യാ വാസിഉ യാ റസാഖ് യാ ഗഫൂർ, ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇനി പ്രത്യേകിച്ച് ആവശ്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും അത് വിളിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച ആവശ്യങ്ങൾ സ്വാഭാവികമായി. യാ ഗഫാർ എന്ന് പറഞ്ഞു, ഞാൻ യാ ഗഫാർ, ഒരു തെറ്റ് ചെയ്തിരിക്കണു ഞാൻ, യാ ഗഫാർ. അപ്പം എന്താ എൻ്റെ ഉദ്ദേശം? ഏറ്റവും ഗഫൂറായ അവനെ അതെനിക്ക് പുറത്തു തരണേ. യാ റസാഖ്, എനിക്ക് ജീവിത വിഭവങ്ങളിൽ കമ്മിയുണ്ട്, പ്രയാസമുണ്ട്, ദാരിദ്ര്യമുണ്ട്. അപ്പം ഞാൻ മനസ്സറിഞ്ഞ് യാ റസാഖ് എന്ന് വിളിക്കുകയാണ്. അള്ളാഹ് വിഭവം നൽകുന്നവനെ, അന്നം നൽകുന്നവനെ. അതിൻ്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് ആശ്വാസം തരണേ. യാ ഗനിയ്യു, ഐശ്വര്യവാൻ. അതാ ദാരിദ്ര്യം ആണ്, പ്രയാസമുണ്ട്, ദാരിദ്ര്യമുണ്ട്. അതിൻ്റെ അർത്ഥം അള്ളാഹ് ദാരിദ്ര്യം ദൂരീകരിച്ച് തരണേന്ന്. ഇങ്ങനെ യാ ബാസിത്തു, വിശാലതയുള്ളവൻ, കൈകൾ നീട്ടി നൽകുന്നവൻ, അയച്ചു നൽകുന്നവൻ. അപ്പോൾ അള്ളാഹുവിനോട് കരുണ ചെയ്യണമെന്ന് തന്നെയാണ് അതിൻ്റെ പൊരുൾ. ഇങ്ങനെ ഓരോ വിശേഷണങ്ങളും വിളിച്ച് അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അത്തരത്തിൽ വേണം അവനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്നാണ്. അതുപോലെ അവൻ്റെ നാമങ്ങൾ അനാദരിക്കുകയോ അവനെ വിളിക്കാൻ പാടില്ലാത്ത പേരുകളിൽ വിളിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ക്രിസ്ത്യാനികൾ അവനെ പിതാവ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പുത്രൻ, അപ്പൻ, അയ്യപ്പൻ, കൂളി, കാളൻ, ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പവിത്രതക്ക് നിരക്കാത്ത, അവൻ്റെ ആദരണീയതക്ക് എതിരാകുന്ന വിധത്തിൽ മൂർത്തി, മുത്തപ്പൻ, അങ്ങനെയൊക്കെ പല പ്രയോഗങ്ങളുണ്ട് അള്ളാഹുവിന്. അതൊന്നും ശരിയല്ല എന്ന് കൂടി നമ്മൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത, അവൻ്റെ പ്രതാപ യഥാർത്ഥത്തിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. മുഴുവൻ പേരാണ് വരേണ്ടത്. ഒരാൾ അബ്ദു കൂട്ടിയിട്ടാണ് ജബ്ബാറ് പറയുക. പക്ഷേ ഇങ്ങനെ പണ്ഡിതന്മാർക്കൊരു വീക്ഷണമുണ്ട്. റഹ്മാനും റഹീമും ഒഴിച്ച് ബാക്കി പേരുകളൊക്കെ മനുഷ്യനെ ഉദ്ദേശിച്ചാണെങ്കിൽ കുഴപ്പമില്ല എന്നൊരു വീക്ഷണം അതിലുണ്ട്. റഹ്മാനെ എന്ന് വിളിക്കുന്നത് പക്ഷേ അത് അബ്ദുറഹിമാൻ, അതേമാതിരി അബ്ദുറഹീമും ഏറ്റവും പ്രധാനപ്പെട്ട റഹ്മാൻ. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് റഹ്മാനാണ്. അള്ളാഹ് ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചിട്ടുള്ള പേരും അതന്നെ, റഹ്മാൻ. അപ്പോൾ അബ്ദുറഹിമാൻ എന്നുള്ള ഒരാളെ പേര് അബ്ദുറഹിമാനെ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ അബ്ദു എന്ന് വിളിക്കുകയുണ്ടല്ലോ, അത് മതി. റഹ്മാനെ എന്ന് മാത്രം വിളിക്കാതെ ഇരിക്കുകയാണ് ഉത്തമം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മറ്റേ നമ്മൾ സലാമെ, സമദ, അസീസ എന്നൊക്കെ വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരാണെന്നുള്ള ധാരണ, ഇത് അവൻ്റെ ഒരു വിളിപ്പേര് എന്നുള്ള നിലക്ക് മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണരൂപം അബ്ദു കൂട്ടി വിളിക്കാനാണ്. അബ്ദുസലാം, അബ്ദുസമദ്, അങ്ങനെ തന്നെയാണ് അതിൻ്റെ ശരിയായ രൂപം. അങ്ങനെ വിളിക്കുന്നവരെ ചിലപ്പോൾ നമ്മൾ കളിയാക്കുകയാണ് ചെയ്യുക. നമുക്ക് അല്ലേ, അത് ചെയ്യാൻ പാടില്ല ശരിക്കും. അതാണ് ഇതിൻ്റെ ശരി. എൻ്റെ പേര് അബ്ദുസമദ് എന്ന്. അപ്പോൾ സമദ് എന്നുള്ളത് അള്ളാഹിൻ്റെ പേര്, അള്ളാഹിൻ്റെ അടിമ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അങ്ങനെ തന്നെ അവൻ്റെ പ്രതാപത്തിന് നിരക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അവൻ്റെ വിശിഷ്ടതക്ക് ഇണങ്ങാത്ത വിധത്തിലുള്ള ഒന്നും അവനോട് ചേരാൻ പാടില്ല. മറ്റുള്ളവർക്ക് അതൊന്നും വകവെച്ച് കൊടുക്കാനും പാടില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങളെ അനാദരിക്കാൻ പാടില്ല. അതൊക്കെയാണ് ഇതിൻ്റെ സൂചന. അപ്പോൾ നമുക്ക് അസ്വമദാണ് അള്ളാഹിൻ്റെ പേര്. അലിഫു ലാമും കൂടി അതിലുള്ളതാണ് അസ്വമദ്. അതുകൊണ്ടായിരിക്കണം പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ വിളിക്കണതിന് വിരോധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുക. അസ്സലാം എന്നാണ് ശരിക്കും വരുന്നത്. അള്ളാഹിൻ്റെ പേര് അസ്സലാമാണ്. അതുകൊണ്ടായിരിക്കണം. അല്ലാഹു അലം.
അപ്പോൾ പിന്നെ നമുക്ക് തോന്നിയ പേരിൽ അള്ളാഹിനെ വിളിക്കരുത് എന്നാണ് അത് സംബന്ധമായി അതിൻ്റെ വ്യാഖ്യാനത്തിൽ വിശദീകരണത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് തോന്നിയ വിധത്തിൽ അള്ളാഹുവിനെ പേരിട്ട് വിളിക്കാൻ പാടില്ല. അള്ളാഹു അത് ചെയ്യുന്നവനായിരിക്കും. അള്ളാഹു ദേഷ്യമുള്ളവനാണ് അല്ലേ? എന്തിനാ ദേഷ്യപ്പെടുന്നത്? അവൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരോട്. വൈരിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ വെറുപ്പിന്. അപ്പോൾ അള്ളാഹു ഗാലിബ് അങ്ങനെ ഒരു പേര് വിശിഷ്ടനാമത്തിൽ കാണൂല. അപ്പം അങ്ങനെ വിളിക്കും. സഹയ്യ്, സഹയ്യ് പറഞ്ഞാൽ ധർമ്മിഷ്ഠൻ എന്നാണ്, എല്ലാവർക്കും ധർമ്മം നൽകുന്നവർ. എന്നാൽ അങ്ങനെ ഒരു പേരില്ല. നല്ല അർത്ഥമാണ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ പേരായി ഇപ്പം 100 പേര് 99, 100-1 കുറവ് എന്നാണ്, ഒന്ന് അള്ളാഹുവാണ്. എന്നാൽ പണ്ഡിതന്മാർ 176 പേര് വരെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽ പെടാത്ത പേരുകളും അള്ളാഹുവിനുണ്ട് എന്നാണ്. അസ്മാഉൽ ഹുസ്ന തന്നെ ചിലപ്പോൾ ഒരു ഉദ്ധരണിയിൽ വന്നതാവില്ല, അടുത്ത ഉദ്ധരണിയിൽ വേറെ ഉണ്ടാകും. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ വ്യാഖ്യാനം വായിച്ച് നോക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നമ്മൾ പറയാറില്ല 100 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 102 ആവും, ചിലപ്പോൾ 102 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും നമ്മൾ പറയാറില്ലേ? അതുപോലെ ആയിരിക്കണം. അല്ലാഹു അഅലം. അങ്ങനെ ഖുർആനിലുണ്ട് എന്നാണ് എനിക്ക് അത് ഖുർആനിലുള്ളതായിട്ട് ഖുർആനിലുണ്ടായിരിക്കണം. ഹദീസിലുണ്ട് കുറേ പേരുകൾ. എല്ലാം ഖുർആനിൽ വന്നിട്ടുണ്ട്. അല്ല, അതൊക്കെ ഖുർആനിൽ വന്നത് തന്നെയാണ്. ഒന്ന് പോയി നോക്കാം ഞാനത്. എനിക്കിപ്പോൾ എല്ലാം ഖുർആനിൽ വന്നിരിക്കണമെന്ന് പറയാൻ വയ്യ. അതൊന്ന് തീരെ അതിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കല്ല. പല വീട്ടിലും പല ഓഫീസിലും ബസ്സിലൊക്കെ ഉണ്ടാവും ഫ്രെയിം ചെയ്ത്. അതെന്തിനാണ്? കാണാതെ പഠിക്കാമെന്നോ? അത് അതിനെ ഇഹ്സാഹ് ചെയ്താൽ, അതിനെ ക്ലിപ്തമായും ഖണ്ഡിതമായും ഉൾക്കൊണ്ടാലെന്നാണ്. മൻ അഹ്സാഹ. അതെങ്ങനെയാണ്? അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്? എന്താണ് അതിൻ്റെ ഗുണങ്ങൾ? ഗഫൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗഫാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ നമ്മളത് വായിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അല്ലാതെ കാണാതെ പഠിക്കുക എന്നുള്ളത്, കാണാതെ പഠിക്കണ ഉത്തമം തന്നെയാണ്. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കുക, അതൊക്കെ പ്രിൻ്റ് എടുക്കുക കിട്ടും. അത് കമ്പ്യൂട്ടർ അസ്മാഉൽ ഹുസ്ന എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അറബിയിൽ അതിൻ്റെ 99 നാമം എന്നിട്ട് നല്ല ഭംഗിയിൽ പ്രിൻ്റ് എടുക്കാൻ കിട്ടും. അപ്പോൾ അതിങ്ങനെ പ്രിൻ്റ് എടുത്ത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് ഉൾക്കൊള്ളുമ്പോഴാണ്. ഖുർആൻ അങ്ങനെ തന്നെയാണ്. ഖുർആൻ്റെ അക്ഷരം ഇങ്ങനെ വായിച്ചു വിട്ട് എന്താ കാര്യം? അത് നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അപ്പോൾ അത് വിളിച്ചിട്ട് നിങ്ങൾ ബാക്കി നമ്മൾ വായിച്ച് മനസ്സിലാക്കണം ഞാൻ അഭ്യർത്ഥിക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അത് വിളിച്ചുകൊണ്ട് അവനെ പ്രാർത്ഥിക്കണം. അതിന് നിരക്കാത്തതൊന്നും പറഞ്ഞുകൂടാ. അവൻ അനാദരിക്കുന്ന പേരുകളിൽ വിളിച്ചുകൂടാ. വദറുല്ലദീന, ഉപേക്ഷിക്കുക, വിടുക എന്നാണ്. വദറു, നിങ്ങൾ വിടുവിൻ, അല്ലദീന, ഒരു കൂട്ടരെ, യുൽഹിദൂന, അവർ തെറ്റിപ്പോകുന്നു, അവർ അകന്നു പോകുന്നു, അല്ലെങ്കിൽ വ്യതിചലിക്കും. ലഹദ എന്ന് പറഞ്ഞാൽ തെന്നിപ്പോവുക, തെറ്റിപ്പോവുക എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഖബർ കുഴിച്ച് കണ്ട് അടിയിക്ക് ഇങ്ങനെ തുരന്ന് വേറെ ഒരു ഖബറുണ്ട്, അതിന് ലഹദ് എന്നാണ് പറയുക. തുരന്നുണ്ടാക്കിയത് നേർക്ക് നേരെയുള്ള കുഴിയിൽ നിന്ന് അങ്ങോട്ട്. അത് അറബ് നാടിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് മണൽ പ്രയാസമുള്ളിടത്തൊക്കെ 2 ഖബറുണ്ട്. അപ്പോൾ ഒരു ഖബറിന് കുഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ലേശം തുരന്ന് കണ്ട് ആ തുരന്നുണ്ടാക്കിയതിനാണ് ലഹദ് അറിയാം. നേർക്ക് നേരെ ഉള്ളതിൽ നിന്ന് തെറ്റി ഉണ്ടാക്കിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. ലഹദ് അതാണ് ഇവിടെ. യുൽഹിദൂന, അവർ തെറ്റിക്കുന്നു, അതാണ് അവർ വ്യതിചലിക്കുന്നു. ഫി അസ്മാഹി, അവൻ്റെ നാമങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരുകളിൽ ഉള്ളതാണ് അവൻ്റെ വിശേഷണം. അതിന് നിരക്കാത്ത നമ്മളെ വകയായിട്ട് കുറേ പേരിട്ട് വിളിച്ചുകൂടാന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ മലയാളത്തിൽ സാധാരണ എല്ലാ പ്രഭാഷകരും ഉപയോഗിക്കുന്ന ഒരു പദമാണ് തമ്പുരാൻ. ഞാൻ ഇന്നാൾ ആ പദം ഒരു ക്ലാസ്സിൽ ഉപയോഗിച്ചപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്നൊരാൾ തിരുത്തി, അത് ഉപയോഗിക്കുന്നത് അത്ര സുഖകരമായതല്ല, അത് നിങ്ങളതിൻ്റെ ഡിക്ഷണറിയിൽ അതിൻ്റെ അർത്ഥം നിർത്തോക്കേണ്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഉണ്ടാകും. അത് അള്ളാഹ്ക്ക് നിരക്കാത്തായിരിക്കും. എന്നാലും നമ്മളത് പറഞ്ഞു പോകും. നമ്മളെ ശീലം അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് നിരക്കണതല്ല എന്നാണ് അദ്ദേഹം. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, മലയാളം നിഘണ്ടുവൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ടായിരിക്കണം. അതിന് സ്ത്രീലിംഗം ഉണ്ടാവില്ലേ? നമ്മളതൊന്നും ഉദ്ദേശിച്ചുകൊണ്ടൊന്നുമല്ല. നമ്മളിങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വം സൂചിപ്പിക്കാൻ വേണ്ടി സാധാരണ പ്രയോഗിക്കുന്ന ഒരു പദം എന്നുള്ള നിലക്കാണ്. അതെ, സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്, പ്രത്യേകിച്ചും പറയും. അതെ, അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ ആ വിഷയത്തിലുണ്ട്. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാനും ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട്. ഖുതുബയിൽ ഒരുവിധം എല്ലാവരും ക്ലാസ് എടുക്കണവർ നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, അത് പടച്ചമ്പുരാനാണല്ലോ അതൊക്കെ കാണുന്നവർ എന്നൊക്കെ പറയും.
അപ്പോൾ അതാണ് അറുല്ലദീന നിങ്ങൾ വിടണം അല്ലദീന ഒരു കൂട്ടരെ യുൽഹിദൂന അവർ തെറ്റിപ്പോകുന്നു ഫി അസ്മാഇഹി അവൻ്റെ നാമങ്ങളിൽ. ഒരുപക്ഷെ ഈ തമ്പുരാൻ എന്നുള്ളതിന് ശരിയായ നല്ല അർത്ഥമല്ല മലയാളത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ചേർക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ നമ്മളും അവൻ്റെ ഇസ്മിൽ നിന്ന് തെറ്റിപ്പോവുകയാണത് അല്ലേ. അതിന് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത അർത്ഥം ഉണ്ടെങ്കിൽ ആ പദം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ അർത്ഥം അശ്രദ്ധയിൽ ചിലപ്പോൾ സംഭവിച്ചു അങ്ങനെയുള്ളത് ചെയ്യരുതേ എന്നാണ് ആ പറഞ്ഞതിൻ്റെ പേര്. സയുജിസൗൻ അവർക്ക് ഫലം നൽകപ്പെടും, മാ കാനു യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നതിനുള്ളത്. അപ്പോൾ അത് നമ്മൾ തെറ്റാണ് ചെയ്തു വരുന്നത് വെച്ചാൽ നമ്മളത് തിരുത്തണം, അറിയുന്ന മറക്ക് തിരുത്തണം ഇൻഷാ അല്ലാഹ്. ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിന് അതിവിശിഷ്ട നാമങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിവിശിഷ്ട നാമങ്ങളൊക്കെയും അള്ളാഹുവിനുള്ളതാകുന്നു. ഫദ്ഉഹു ബിഹ നിങ്ങൾ അവ കൊണ്ട് അവനെ പ്രാർത്ഥിക്കണം. വദറുല്ലദീന യുൽഹിദൂന ഫി അസ്മാഇഹി അവൻ്റെ നാമങ്ങളിൽ വ്യതിചലിക്കുന്നവരെ നിങ്ങൾ വിട്ടേക്കുക. സയുജ്സൗന പിന്നെ അവർക്ക് പ്രതിഫലം നൽകപ്പെടും. മാ കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചത്. മനസ്സിലാവുക, അവർ പ്രവർത്തിച്ചത് പറഞ്ഞാൽ മനസ്സിലാവുക, അതിനുള്ള ഫലം അവർക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വീഴ്ചകളെയും ന്യൂനതകളൊക്കെ മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തു തരണേ. യാ ഗഫൂർ യാ ഗഫാർ യാ ഗാഫിറു ദുനൂബ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചെറുതും വലുതുമായ ദോഷങ്ങളെ പുറത്തു തന്ന് ഈമാനുള്ളവരായി ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളുടെ തലമുറകൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയ്യത്ത് ചെയ്തവർക്കും നീ പുറത്തു കൊടുക്കണേ. രക്ഷിതാവേ ഞങ്ങളോട് കരുണ കാണിക്കണേ. അല്ലാഹ് നിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യാൻ എന്നും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യുമാറാകണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഉൾപ്പെടുത്തുമാറാകണേ. അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി